ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഏവർക്കും ലോട്ടാക് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുള്ളത് നൈനാപുരം കാലിച്ചന്തയിലാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയോട് അടുപ്പിച്ചായി. ചന്ത ഏകദേശം പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നു, ചന്തയിലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം ഇന്നത്തെ ചന്തയിൽ കുറച്ച് കുട്ടികളുടെയൊക്കെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട്ടികളുടെയൊക്കെ വീഡിയോ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് എന്നുള്ളത് മുമ്പ് ഒരിക്കൽ ഉള്ളതാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലകളാണ്. കുട്ടികൾക്കും കിടാരികൾക്കും ഒക്കെ അത്യാവശ്യം നല്ല വിലകളാണ്. മാത്രമല്ല ഇവിടുന്ന് നമുക്ക് കുട്ടികളെ അവിടെ എത്തിക്കുന്നതിന് റിസ്ക് ഉണ്ട്. ചിലപ്പോൾ കുട്ടികൾ ജീവനോടെ കിട്ടിയില്ല എന്നും വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്കുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ വീഡിയോ ഉൾപ്പെടുത്താതെ വെട്ടുമാട്, അതേപോലെ തന്നെ പാൽമാട്, ഇതിൻ്റെയൊക്കെ വീഡിയോ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തെ മാനിച്ച് ഇന്നിപ്പം കുട്ടികളുടെ ഇത് ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് ഇവിടെ. അത് പാൽമാട്, വെട്ടുമാടൊക്കെ നമുക്ക് കുറച്ച് വില പേശി വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അധികം ഒന്നും പറഞ്ഞ് നീട്ടാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഒരു പശുവാണ്. കറവ പശുവാണ്. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഒരു കുട്ടിയും കൂടെ ഉണ്ട് ഇതിനോടൊപ്പം. അണേ, ഇത് എന്നെ മാട്? പാൽമാട് തന്നെ. പാലെവിടെ നടക്കും? 4. ഒരു നേരത്തേക്ക് 4. അപ്പൊ 8 ലിറ്റർ പാല് കിട്ടും. ഓക്കെ. കുട്ടി തന്നെ പൊട്ടയ കാളക്കന്ന്. എത്രാമത് ചേന? 2ാമത് തീറ്റ്. ഓക്കെ. വില എവിടെയാണ്? 30 രൂപ. 30,000 രൂപയാണ് പശുവിന് ചോദിക്കുന്നത്. 8 ലിറ്റർ പാല് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഒരു പശുവാണ്. അപ്പൊ അതിന്റെ മറ്റു ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. നല്ലൊരു പശുവാണ്. അണേ, ഇതന്നെ പാൽമാട് താനേ? പാലാണോ കിടക്കുന്നേ? 4 ലിറ്റർ പാല്. കുട്ടി തന്നെ കുട്ടി? എത്രാമത് തീറ്റണ്ണേ? തലയത്ത്. ഓക്കെ. വില എவ்வளോ? വില എவ்வளോ? 30,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഈ പശു ഇതിന്റെ കുട്ടിയും കൂടെ ചേർത്ത്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള 2 ചെറിയ മൂലികിടാക്കളാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. അണ്ണാ, ഇത് തന്നെ മൂലികിടാവാ? ഇതൊക്കെ എவ்வளோ പ്രായം ഇருக்கு? എത്ര മാസം പ്രായം ഇருக்கு? 8 മാസം. വില എவ்வளோ? 32 രൂപ. 2 കൂടെ. ഒരെണ്ണം ഗീറാണ്. ഒരെണ്ണം ഗീറാണ്. ഒരെണ്ണം HF-ന്റെ ഒരു മൂരി കിടാവാണ്. 2നും കൂടെ 32 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറെ കുറച്ച് കിടാവുകളാണ്. 4 കാളക്കിടാവാണ്. ഇതില് ഒരു പശുക്കിടാവ് കൂടെ ഉണ്ട്. കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം. അണ്ണേ, ഇത് 4 തന്നെ കാളക്കിടാവ്? 3 കാളക്കിടാവ്, ഒരു പൊട്ട. 3 കാള, ഒരു പൊട്ട. എത്ര മാസം പ്രായം ഇവർക്ക് എല്ലാത്തിനും? എത്ര മാസം പ്രായം ഇവർക്ക്? 6-7 മാസം. 4ക്കും കൂടി വില എவ்வளോ? ഒരെണ്ണം 12,000. ഓക്കെ. ഒരെണ്ണത്തിന് 12,000 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ജല്ലിക്കെട്ട് കാളകളാണ്. ഇത് 3 എണ്ണം ഒരുമിച്ച് ഒരു കൊടുക്കാൻ നിർത്തിയിരിക്കുകയാണ്. സിമ്പിളായിട്ടും കൊടുക്കും. നമുക്ക് മറ്റു ഡീറ്റെയിൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം. എന്നാൽ ഇത് 3 തന്നെ ജല്ലിക്കെട്ട്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഒരു കറവ പശുവാണ്. നല്ലൊരു കറവ പശുവാണ്. നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം. എന്നാൽ തന്നെ പാൽമാടാ? അതിനെ പാലുള്ളത് കിടക്കണേ? 5 10 ലിറ്റർ പാല് കിട്ടും. എത്രാമത് തീറ്റ്? 3ാമത് തീറ്റ്. വില എவ்வளോ? 25. 25,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 10 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവാണ്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറൊരു പശുവാണ്. നല്ലൊരു പുള്ളി പശുവാണ്. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. അണ്ണാ, ഇത് തന്നെ മാട്? പാൽമാട് തന്നെ? ചെനമാട്. ചെന എவ்வளோർക്ക്? 7 മാസം. എത്രാമത് തീറ്റ്? 3ാം പേര്. ഓക്കെ. നേരത്തെ എவ்வளோ പാല് കറച്ച് വെച്ച് തരുമാ? 15 ലിറ്റർ കിട്ടി കറച്ച്. ഓക്കെ. വില എவ்வளோண்ணா?
30 രൂപ. 7 മാസം ജനയുള്ള ഈ പശുവിന് 30,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറൊരു പശുവാണ്. പശു ഇതിന്റെ അവിടെ ഒരു കാളക്കുട്ടിയും കൂടെ ഉണ്ട്. നല്ലൊരു പശുവാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. അല്ലാതെ തന്നെ പാൽമാട് താനേ പാല് എവിടെ കിടക്കണേ? 2,500. ഓക്കെ ഓക്കെ. എത്രാമത് ഈറ്റ്? മൂന്നാമത്. കുട്ടി ഇത് കൂട്ടുക വേറെ വേറെ. ഓക്കെ. ഇപ്പൊ പശുവിന് വിലയുള്ളതാണ് 22 രൂപ. 22,000 രൂപയാണ് പശുവിന് ചോദിക്കുന്നത്. ഇത് കാളക്കുട്ടിക്ക് 16 രൂപ. 16,000 രൂപയാണ് ഈ കാളക്കുട്ടിക്ക് ചോദിക്കുന്നത്. അത് ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള നല്ലൊരു HF-ന്റെ ഒരു പശുവാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. നല്ല ഹൈറ്റ് ഉള്ള ഒരു പശുവാണ്. അണ്ണാ ഇതന്നെ പാൽമാട് താനേ? പാലുള്ള കിടക്കണേ? 15-13 ലിറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. എത്രാമത് തീറ്റണ്ണേ? മൂന്നാമത് തീറ്റ. വില എவ்வளோண்ணേ? ഓക്കെ. 50 രൂപയ്ക്ക് താഴെയാണ് പശുവിന് വില ചോദിക്കുന്നത്. 13 ലിറ്റർ വരെ പാല് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും കൊള്ളാം, നല്ലൊരു പശുവാണ്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറൊരു പശുവാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം. നല്ലൊരു പശുവാണ്. അല്ല തന്നെ പാൽമാട് താനേ? പാലുള്ള കണക്കാണേ? 5 ലിറ്റർ പാല്. ഓക്കെ ഓക്കെ. എത്രാമത് തീറ്റ്? മൂന്നാമത് തീറ്റ്. വില എവിടെ? അപ്പൊ 16 രൂപയാണ് ആ മാടിന് ചോദിക്കുന്നത്. നല്ലൊരു മാടാണ്. ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറൊരു പശുവാണ്. കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ഇതെന്നെ മാട്? പാൽമാടാ? വീട്ടുമാട്. വില എവിടെ ഉണ്ടായപ്പോ? കിടാരി. വില എവിടെ? വില എവിടെ? 40,000 രൂപയാണ് അതിന് ചോദിക്കുന്നത്. അതിനുള്ള ഇറച്ചിയുണ്ട് അതില്. ജില്ലിക്കെട്ട് മൂരി ഇനത്തിൽപ്പെടുന്ന ഒരു മൂരിയാണ്. നല്ല ഒരു മൂരിയാണ്. കുട്ടിയാണിത്. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ഇതിനോട് ചോദിച്ചാൽ. இது கடமாட்டுல கிடையாது. இதெல்லாம் கிடைக்கிற ரொம்ப ரேரு. இதெல்லாம் என்னால கொடுத்த வாங்க முடியாது. வீட்டுக்கு நல்ல மாடு கைப்பிடி பழகாத ஆள விடும். என்னை மட்டும் தான் விட, வேற யாரையும் விடாது. இப்போ வரைக்கும் நான் தான் பிடிக்கிறேன், வேற யாரையும் பிடிக்க விட மாட்டேன். இது போல வேற மாடு உங்ககிட்ட இருக்கா? இந்த மாதிரி மாடு வீட்டுல நடக்கு. ஓகே ஓகே. நம்பரை சேர்த்துட்டா யாராவது விളിച്ചാ கொடுக்குமா? கொடுக்கலாம். ஓகே ஓகே. நம்பர் ഞാൻ ഇതിൽ ചേർക്കാം. இந்த கடையெல்லாம் கிடைக்கிற ரொம்ப ரேரு. ஓகே ஓகே. இதுக்கு விலை எவ்வளவு கேட்பேன்? இதுக்கு வேலை தெரியல. சரி. உங்க வீட்டு மாடு தானே? ஓகே. ഓക്കെ. ചന്തയ്ക്ക് എത്തിയിട്ടുള്ള 2 മാടുകളാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. അണ്ണാ ഇത് തന്നെ മാടാണ്? ഇത് തന്നെ മാട്? പാൽമാടാ വീട്ടുമാടാ? എന്നെ മാടണേ? പാൽമാടാ വീട്ടുമാടാ? വീട്ടുമാട്. ഓക്കെ. വില എவ்வளோண்ணா? രണ്ടിനും കൂടെ? ഓക്കെ. രണ്ടും കൂടെ 30 രൂപയ്ക്ക് അവർ കൊടുക്കാമെന്നാണ് പറയുന്നത്. ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള കുറച്ച് പോത്തുകുട്ടികളാണ്. ഇപ്പൊ 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം. അത്യാവശ്യം നല്ല പോത്തുകുട്ടികളാണ്. വളരുന്ന ടൈപ്പ് പോത്തുകുട്ടികളാണ്. ഡീറ്റെയിൽ നമുക്ക് അവർ ചോദിച്ചറിയാം. അണ്ണാ ഇത് 3 വില എவ்வளோண்ணா? അപ്പൊ ഇതൊക്കെ 3 22 രൂപ. ഓക്കെ ഓക്കെ. ഓരോന്നിനും 22,000 രൂപ വെച്ചാണ് അവർ ചോദിക്കുന്നത്. ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഒരു പോത്താണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. അണ്ണാ ഇതന്നെ പോത്ത് താനേ? ഓക്കെ ഓക്കെ.
இதுக்கு எவ்வளவு பிராயம் இருக்கணும் வயசு? தெரியல. விலை எவ்வளவு இப்ப? 50,000 രൂപയാണ് ഇപ്പൊ ഇതിനെ ചോദിക്കുന്നത്. നല്ലൊരു പോത്താണ്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഒരു 3 പോത്തും കുട്ടികളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാം. അങ്ങനെ 3 പോത്തും കുട്ടിയാണേ? ഒന്ന് പോത്ത്. ഓക്കെ ഓക്കെ. വില എவ்வளோ ഉണ്ടാകട്ടെ? വില എவ்வளோ? 22 രൂപ. ഓരോന്നിന് 22,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. നല്ല കിടാവുകളാണ്. ഇതൊക്കെ ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള പോത്തും കിടാക്കളാണ്. മേനി വില 22,000 രൂപയൊക്കെ വില ചോദിക്കുന്നതാണ്. ഒരു ചോദിക്കുന്ന വിലയാണ് 22,000. നമുക്ക് അതിലൊക്കെ കുറച്ച് വാങ്ങിക്കാൻ സാധിക്കും. ചന്തയ്ക്ക് എത്തിയിട്ടുള്ള എരുമകളാണ്. ഈ 2 എരുമയ്ക്കും കൂടെ ഒരു 90 രൂപയാണ് ചോദിക്കുന്നത്. നല്ല 2 എരുമകളാണ്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഒരു പശുവാണ്. നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു പശുവാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. എന്നാ ഇതന്നെ പാൽമാടാനെ? ഇത് പാൽമാടാനെ? വെട്ടുമാടാ? ഓക്കെ ഓക്കെ. വില എவ்வளோ ഉണ്ടാകപ്പ? വില എவ்வளோ ഇപ്പ? വില എவ்வளோ? 40. ഈ നിൽക്കുന്ന പശുവിന് 40,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പുറത്തൊരെണ്ണമുണ്ട്, അതും 40,000 ആണ് അവർ ചോദിക്കുന്നത്. അതായത് ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഒരു കുറച്ച് എരുമകളാണ്. എന്നിട്ട് 40 രൂപ മേനി വില ചോദിക്കുന്ന എരുമകളാണ്. ചന്തകളൊക്കെ ഏകദേശം പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ വാങ്ങിക്കെട്ടിരിക്കുന്ന മാടുകളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് മാടുകളൊക്കെ വിൽക്കാനുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയോട് അടുപ്പിച്ചായി. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ചന്തയാണിത്. അപ്പോൾ ഏകദേശം മാടുകളൊക്കെ തീർന്നു. ഇതൊക്കെ വാങ്ങിക്കെട്ടിയിരിക്കുന്ന മാടുകളാണ്. നൈനാപുരം കാലിച്ചന്തയിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.